2025 ജൂലൈ 2 സിറാജ് എഡിറ്റോറിയൽ. ബീഹാറിലേത് വേഷപ്രച്ഛന്ന ദേശീയ പൗരത്വ രജിസ്റ്ററോ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പ്രത്യേക പരിശോധന നടത്താനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം വലിയ ആശങ്കയ്ക്ക് വകവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികളും പൗരസംഘടനകളും ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. വേഷപ്രച്ഛന്ന ദേശീയ പൗരത്വ രജിസ്റ്ററാണ് NRC ബീഹാറിൽ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 2003 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എല്ലാവരും രേഖകൾ സമർപ്പിച്ച് വോട്ടറാണെന്ന് തെളിയിക്കണമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സമഗ്രമായ പുനരവലോകനം 2003 നടത്തിയിരുന്നുവെന്നും അതിനാലാണ് 2003 രജിസ്റ്റർ ചെയ്ത ആളുകളെ വോട്ടർമാരായി കണക്കാക്കുന്നതെന്നുമാണ് കമ്മീഷന്റെ ന്യായം. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വൻതോതിലുള്ള ആഭ്യന്തര കുടിയേറ്റം, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കൽ, വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ പേരുകൾ ഉൾപ്പെടുത്തൽ തുടങ്ങിയ കാരണങ്ങളാൽ പിശകുകളില്ലാത്ത വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് തീവ്ര പുനരവലോകനം അനിവാര്യമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. 2003 വോട്ടർ പട്ടികയുടെ പേപ്പർ കോപ്പിയും ഡിജിറ്റൽ കോപ്പിയും എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും BLO കൈമാറാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പ്രത്യേക പരിശോധനാ ഫോറം പൂരിപ്പിക്കുമ്പോൾ വോട്ടർമാർക്ക് ഈ പട്ടിക സാധുവായ രേഖകളായി ഉപയോഗിക്കാൻ കഴിയുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഈ നീക്കം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിശോധന എളുപ്പമാക്കുമെന്നും ഏകദേശം 60% വോട്ടർമാർക്കും രേഖകൾ സമർപ്പിക്കേണ്ടി വരികയില്ലെന്നുമാണ് കമ്മീഷന്റെ അവകാശവാദം. അത്ര ലളിതമല്ല കാര്യങ്ങൾ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിവിഷൻ SIR എന്ന് പേരിട്ട തിരക്കിട്ട നീക്കം വോട്ടർമാരെ കൂട്ടമായി പുറന്തള്ളാൻ കാരണമാകുമെന്ന് ഉറപ്പാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കമ്മീഷൻ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിന്റെ 19-ാം പേജിലെ വിവരങ്ങൾ മാത്രം വായിച്ചാൽ മതിയാകും. എല്ലാ വോട്ടർമാരും നിശ്ചിത രേഖ സമർപ്പിച്ച് വോട്ടറാകാനുള്ള തന്റെ യോഗ്യത തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ പോലും ഈ പ്രക്രിയ പൂർത്തിയാക്കണം. 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ അവരുടെ ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം. 1987 ഡിസംബർ 2 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ചവർ ജനനസ്ഥലവും ജനനതീയതിയും മാത്രം കാണിച്ചാൽ മതിയാകില്ല. അവരുടെ മാതാപിതാക്കളിൽ ഒരാളുടെ രേഖകളും കാണിക്കണം. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവർ സ്വന്തം ജനനതീയതിയും ജനനസ്ഥലവും പിതാവിന്റെയും മാതാവിന്റെയും രേഖകളും ഹാജരാക്കണം. ഇവിടെയാണ് പൗരത്വ രജിസ്റ്ററിന്റെ സ്വഭാവത്തിലേക്ക് ഈ കണക്കെടുപ്പ് മാറുന്നത്. കമ്മീഷൻ മുന്നോട്ട് വെച്ച വിശദീകരണത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 2003 ശേഷം ഇതാദ്യമായി നടക്കുന്ന സമഗ്ര കണക്കെടുപ്പിൽ വോട്ടറാകാൻ സാധിക്കാതെ വന്നാൽ മറ്റു രേഖകൾ സമർപ്പിക്കുന്നില്ലെങ്കിൽ പൗരത്വ സ്ഥിതിയെ തന്നെ അത് ബാധിച്ചേക്കാമെന്ന് ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. വോട്ടിംഗ് പ്രക്രിയയിലേക്ക് ജനങ്ങളെ അനായാസം ക്ഷണിക്കുകയും സാർവത്രിക വോട്ടിംഗ് എളുപ്പമാക്കുകയും ചെയ്യേണ്ട കമ്മീഷൻ ആ നില വിട്ട് പൗരത്വ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ബീഹാറിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്ന് BJP മുറവിളി കൂട്ടുന്നതുമായി ഇതിനെ ചേർത്ത് വായിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക ഡ്യൂട്ടി എടുക്കുകയാണെന്ന് അപ്പോൾ മനസ്സിലാകും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സ്ഥാപകാംഗം ജഗദ്ദീപ് ചോക്കർ പറയുന്നത് ഏറെ പ്രസക്തമാണ്. 2003 മുതൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ പൗരത്വത്തെയാണ് കമ്മീഷൻ സംശയത്തിലാക്കുന്നത്. ഈ 23 വർഷകാലമായി കമ്മീഷൻ എന്തെടുക്കുകയായിരുന്നു? ഈ മനുഷ്യരുടെ മുഴുവൻ വോട്ടവകാശം റദ്ദാക്കി പുതിയ തെളിവ് തേടുന്നത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണെന്നും ജഗ്ദീപ് ചോദിക്കുന്നു. 2019 അസമിൽ നടപ്പാക്കിയ NRC 19 ലക്ഷം മനുഷ്യരെയാണ് പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളിയത്. ബീഹാറിൽ അത് വോട്ടർ പട്ടിക വെച്ച് ചെയ്യുന്നുവെന്നും ജഗ്ദീപ് ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രക്രിയ NRCയേക്കാൾ മാരകമാണെന്നും തുടങ്ങുന്നത് ബീഹാറിലാണെന്നും യഥാർത്ഥ ലക്ഷ്യം തന്റെ സംസ്ഥാനമാണെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നു. ഗ്രാമീണ മേഖലയിലെ മനുഷ്യരുടെ കയ്യിൽ മതിയായ രേഖകൾ ഉണ്ടാകില്ലെന്ന് കണ്ടു തന്നെയുള്ള നീക്കമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ബീഹാറിൽ SIRന്റെ മൊത്തം പ്രക്രിയക്ക് ആകെ 2 മാസമാണ് കമ്മീഷൻ
നൽകിയിരിക്കുന്നത്. 8 കോടിയോളം വരുന്ന വോട്ടർമാരുടെ കണക്കെടുപ്പ് വീടാന്തരം കയറിയിറങ്ങി ഈ സമയത്തിനകം പൂർത്തിയാക്കുമെന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. 4.74 കോടി പേർക്കെങ്കിലും പുതിയ രേഖ സമർപ്പിക്കേണ്ടി വരും. സംസ്ഥാനത്തിന് പുറത്ത് തൊഴിൽ തേടി പോയവർ വിവരമറിഞ്ഞു വരുമ്പോഴേക്കും വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും. ഒരുപക്ഷെ അത് പൗരത്വത്തിൽ നിന്ന് തന്നെയുള്ള പുറത്താകലാകും. സ്വീകാര്യമായ 11 രേഖകളുടെ പട്ടിക പുറന്തള്ളൽ എളുപ്പമാക്കാനുള്ളതാണ്. കേരളത്തെ പോലെയല്ല. ജനന രജിസ്ട്രേഷനിൽ ബീഹാർ ചരിത്രപരമായി പിന്നിലാണ്. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റുകൾ, സർക്കാർ നൽകിയ ഐഡികൾ തുടങ്ങിയ മറ്റ് ഔദ്യോഗിക രേഖകൾ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായവരിൽ കുറവായിരിക്കും. ആധാർ, റേഷൻ കാർഡുകൾ പോലെ വ്യാപകമായി ലഭ്യമായ രേഖകൾ കമ്മീഷന്റെ പട്ടികയിലില്ല എന്നുകൂടി കാണണം. അതുകൊണ്ട് വളഞ്ഞ വഴിയിൽ NRC നടപ്പാക്കാനുള്ള ഗൂഢശ്രമത്തിന് കമ്മീഷൻ കൂട്ടുനിൽക്കരുത്. വോട്ടർ പട്ടിക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഭരണകക്ഷിയുടെ തന്ത്രത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തലവെച്ചു കൊടുക്കരുത്. മഹാരാഷ്ട്രയിൽ പയറ്റി വിജയിച്ച ഈ കുതന്ത്രം രാജ്യം കണ്ടതാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തീർക്കുകയല്ല ലക്ഷ്യമെന്ന് ബീഹാറിലെ തിടുക്കം കണ്ടാലറിയാം. അങ്ങനെയൊരു ഉദ്ദേശ്യ ശുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാമായിരുന്നുവല്ലോ.